നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മ ഇതെങ്ങോട്ടാ? ഞങ്ങള് തക്കലേക്ക് മടങ്ങുക മോളെ. മടങ്ങേ? ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ ഇതുവരെ. അക്കാര്യം ഞങ്ങള് നേരത്തെ തീരുമാനിച്ചതാ മോളെ. നേരത്തെ ഉണ്ടായ സംഭവങ്ങൾ ഓർമ്മയുണ്ടല്ലോ. ഇനി മോളല്ല, വേറൊരു പെൺകുട്ടിയെ രാജീവിന്റെ ജീവിതത്തിലേക്ക് വരുന്നെങ്കിലും ഞങ്ങള് പോയേനെ. അമ്മ എന്തൊക്കെയാ പറയുന്നേ? അമ്മേന്ന് എത്ര സ്നേഹപൂർവ്വം നീ വിളിച്ചാലും പെറ്റമ്മയാവില്ല. മോളേന്ന് ഞാൻ വിളിച്ചാലും സ്വന്തം മോളെ പോലെ കാണാനാവില്ല. അമ്മായിയമ്മ എന്നും അമ്മായിയമ്മയും മരുമോൾ എന്നും മരുമോളും. അവർക്കിടെ എപ്പോഴും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. പോകെ പോകെ അത് വലുതാകുകയും ബന്ധം തന്നെ തകരുന്ന അവസ്ഥയും ഉണ്ടാവും. കുട്ടികളെ അവരുടെ വഴിക്ക് ജീവിക്കാൻ വിട്ടിട്ട് മാതാപിതാക്കളും ബന്ധുക്കളും ഒക്കെ അവരുടെ വഴിക്ക് പോകുന്നതാ നല്ലതെന്നാ ഞാൻ പഠിച്ച പാഠം. ഇപ്പോഴാണെങ്കി പരസഹായം ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യാനുള്ള ആരോഗ്യമുണ്ട്. ഇനി അങ്ങനെ എന്തെങ്കിലും സഹായം വേണ്ട കാലത്ത് നിങ്ങളൊരു കൈത്താങ് തന്നാ മതി. തക്കലയിൽ പോയിട്ട് നിങ്ങൾ എങ്ങനെ ജീവിക്കുമെന്നാ? കൃഷ്ണൻകുട്ടിച്ചേട്ടന് കൃഷിയും മറ്റും ഉണ്ടല്ലോ അവിടെ. ആ മണ്ട പോയ 4 തെങ്ങും 10-20 മൂട് കപ്പായും വിശാലമായിട്ടങ്ങ് പരന്ന് കിടക്കയല്ലേ കൃഷി സ്ഥലം. കൃഷ്ണൻകുട്ടിച്ചേട്ടൻ പോയെന്ന് കുളിച്ചിട്ട് വരുന്നുണ്ടോ? കുളിക്കുന്നു. ആ എണ്ണ വെച്ചില്ലായിരുന്നു വിജയേ. കൃഷി എത്ര ഉണ്ടെന്നുള്ളതല്ല മോളെ കാര്യം. വെറുതെ വീട്ടിൽ ഉണ്ണുകയോ ഉറങ്ങുകയും ചെയ്യാതെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാമല്ലോ. അല്ല, അമ്മയ്ക്കിങ്ങനെ ഇവിടെ സമയം പോകുന്ന? ഇനിയിപ്പൊ എത്ര സമയമുണ്ടെന്നാ? അത് പോകുന്ന പോലെ അങ്ങ് പോട്ടെ. ദേ, ചങ്കിക്കൊള്ളുന്ന വർത്താനം പറയാതമ്മേ. അമ്മ എനിക്ക് എന്റെ സ്വന്തം അമ്മ തന്നെയാ. മോളെ, എന്റെ അമ്മയുടെ അടുത്തും ഞാൻ വഴക്കൂടിയും പിണങ്ങിയൊക്കെയാ ജീവിച്ചോണ്ടിരുന്നെ. അതേ സ്വാതന്ത്ര്യത്തിലാ ഞാൻ വിജയമ്മ എടുത്ത് ഇടപെട്ടത്. ഒന്നും മനസ്സിൽ വെച്ചിട്ടല്ല. അമ്മ അമ്മാവനും തക്കലേക്ക് പോവാണേ പൊക്കോ. കൂട്ടത്തില് ഞാനും വരുമെന്ന് മാത്രം. മോളെ, ദേ സാറേ, സാറിന് വേണേ പോരാ. അതല്ല, കോളേജിൽ നിന്ന് ലീവ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ലീവ് കിട്ടുമ്പോ വന്നാ മതി. മോളെ, നീ എന്താ ഈ പറയുന്നേ? അമ്മയൊന്നും പറയണ്ട. അമ്മയുടെ തീരുമാനം അതാണെങ്കിൽ ഇതാണ് എന്റെ തീരുമാനം. ദേ, ശാരിക അറിയാലോ, പെട്ടിയെടുത്ത് ഞാനും ഇപ്പൊ ഇറങ്ങും. ഞാൻ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യട്ടെ. മോളെ നിക്ക്. അമ്മയും അമ്മാവനും എങ്ങോട്ടും പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ട്. നീ ഞങ്ങളെ തോൽപ്പിച്ചു കളഞ്ഞല്ലേ മോളെ. പിന്നല്ലാതെ എനിക്ക് വഴക്കൂടാനും പിണങ്ങാനൊക്കെ ഈ അമ്മയമ്മാവനും ഒക്കെ ഇവിടെ വേണ്ടേ? നിങ്ങളെ അങ്ങനെ അങ്ങ് വെറുതെ വിടാൻ പറ്റുമോ എനിക്ക്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ദേ, ഈ കുട്ടിയാ സമയത്തിന് പിന്നാലെ ചാടി ശ്യാമയെ രക്ഷിച്ചത്. എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. ഈ ബർത്ത്ഡേക്ക് അവിസ്മരണീയമായ ഒരു സമ്മാനം തരാൻ വേണ്ടിയായിരുന്നു ഇയാളുടെ പിന്നാലെ നടന്നത്. ഇയാളെ പ്രപ്പോസ് ചെയ്യാൻ, കെട്ടിക്കൂടെ പൊറപ്പിക്കാൻ പറ്റുമെന്നറിയാം. പറഞ്ഞു വിടട്ടെ ശ്രാങ്കിന്റെ അച്ഛനെയും അമ്മയും ഇയാളുടെ വീട്ടിലേക്ക്. അതെ, ആരാ പറഞ്ഞേ ഞാൻ തിരിഞ്ഞു നോക്കുന്ന? ഞാൻ നോക്കുന്ന കരുതിയാണോ അവിടെ തന്നെ നിന്ന് കളഞ്ഞേ? ശ്യാമേ, ശ്യാമേ.
മോൾ ആരോടാ സംസാരിക്കുന്നത്? ആരുമില്ല അച്ഛാ. പഠിക്കായിരുന്നില്ലേ? അതെ, വായിച്ചു പഠിക്കുമായിരുന്നു. എന്നാ മതിയാക്കിട്ടോ, ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്. ആ. ശ്യാമേ, ശ്യാമേ, ദാ വരുന്നു. ഗോപാലട്ടാ വന്നിരിക്കെ. ഇന്ന് വെള്ളത്തിലൊക്കെ വീണില്ലേ മോള്? അതിന്റെ പേടി തട്ടിയിട്ടുണ്ടെന്നൊരു സംശയമുണ്ട്. അയ്യോ എന്റെ ദേവി, ഒന്നും വരുത്താതിരുന്നാ മതിയായിരുന്നു. ആ, അമ്മേ. ആഹാ, കൈ കഴിയിട്ട് വാവണേ. ഇനിയിപ്പൊ അതിന്റെ ഒരു കുറവ് വേണ്ട. ആ പയ്യൻ സമയത്ത് കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു. എന്നാലും അവള് മുങ്ങിയ പാടെ വെള്ളത്തിലേക്ക് ചാടാൻ അവന് തോന്നിയല്ലോ. നല്ല ധൈര്യമുള്ള പയ്യൻ തന്നെ. അവരൊക്കെ കായലും കടലും ഒക്കെ കണ്ടു വളരുന്ന കുട്ടികളല്ലേ ശാരദേ, പേടിയൊന്നും ഉണ്ടാവില്ല. ഈ ബോട്ട് ജോലി ചെയ്യുന്നവർക്ക് എന്ത് കിട്ടും ഗോപാലട്ടാ? എന്താ നീ ഇവൾക്ക് കല്യാണാലോചന നടത്തുക? കല്യാണാലോചന എന്ന് വിചാരിച്ചാലോ അതില് തെറ്റൊന്നുമില്ല. ഒരു ജോലിക്കും അങ്ങനെ മഹത്വമോ മേനിക്കുറവോ ഒന്നുമില്ല. അധ്വാനിക്കാനുള്ള മനസ്സുണ്ടാവണം. പിന്നെ കെട്ടുന്ന പെണ്ണിനെ പട്ടിണിക്കിടരുത്. അത്രേ ഉള്ളൂ. എന്താ അമ്മ ഇത്? നിങ്ങൾ എന്നെ ഇപ്പൊ തന്നെ പിടിച്ചു കെട്ടിച്ചുവിടോ? ഹേയ്, നാളെ നേരം വെളുക്കുന്ന ഒരു സമയമുണ്ടടി. പൊട്ടിപ്പെണ്ണെ കഴിക്കടി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എൻ്റെ ഒരു പേഴ്സണൽ ആവശ്യത്തിന് എനിക്ക് പണം വേണമായിരുന്നു. ബാങ്ക് സമയത്തിന് മുൻപേ ആയതുകൊണ്ട് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് എനിക്ക് പണം വിഡ്രോ ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ കയ്യിൽ കാശ് തികയാത്തതുകൊണ്ട് ഞാൻ ചെന്ന് അക്കൗണ്ടിനോട് പറഞ്ഞെടുപ്പിച്ചതാ. അത് തിരികെ വയ്ക്കാൻ ഞാൻ മറന്നുപോയി. നാളെ ബാങ്ക് തുറന്ന ഉടനെ ഞാനതൊരു പരിഹാരം കണ്ടോളാം. സച്ചിയൊന്ന് നിന്നേ. അങ്ങനെ ഒരു പാരഗ്രാഫിൽ പറഞ്ഞു തീർത്തിട്ട് പോകാൻ പറ്റുന്ന വിഷയമാണോ ഇത്? ആണോ അച്ഛാ? ഇത്രയും നേരം എന്നെ പറഞ്ഞതൊക്കെ അച്ഛൻ സച്ചിയോട് പറയുന്നില്ലേ? ഇത്രയും നേരം അച്ഛൻ പറഞ്ഞതിനൊക്കെ ഞാനൊരു പെരുങ്കളിയാണെന്നല്ലേ അർത്ഥം? പറയും പോലെ ഞാൻ വന്നു കയറിയതാണല്ലോ. അത്രയ്ക്കൊക്കെ അംഗീകാരം പ്രതീക്ഷിച്ചാ മതിയല്ലോ അല്ലേ? എടുത്തി, അച്ഛന് ഒരു തെറ്റിദ്ധാരണ പറ്റി. ഞാനത് തിരുത്തുകയും ചെയ്തു. ഞാൻ കാരണം ഏട്ടത്തിക്ക് എന്തെങ്കിലും മനോവിഷമം ഉണ്ടായെങ്കിൽ അതിന് ഞാൻ മാപ്പ് ചോദിക്കാം. ഈ വീട്ടിൽ ഇത്ര ആളുകൾ ഉണ്ടായിട്ടും എന്നെ മാത്രം തെറ്റിദ്ധരിക്കുന്ന എന്തിനാ? അച്ഛന്റെ തെറ്റിദ്ധാരണയും അതുകൊണ്ട് പറഞ്ഞതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. കാരണം ഞാൻ ചെയ്യാത്ത കാര്യങ്ങള് എന്നും എന്റെ തലയിൽ വെക്കാനാ എല്ലാവർക്കും ഇഷ്ടം. നാളെ പരിഹാരം കാണാന്ന് നീ പറഞ്ഞെങ്കിലും അച്ഛൻ എന്നോട് ചോദിച്ചതിൽ പ്രസക്തമായൊരു ചോദ്യമുണ്ട്. ആ പണം നീ എന്ത് ചെയ്തു? അച്ഛൻ പറഞ്ഞ പ്രകാരമാണെങ്കിൽ ആ 8 ലക്ഷം രൂപ ഈ നിൽക്കുന്ന ഓരോരുത്തർക്കും അവകാശപ്പെട്ട പൊതുമുതലാ. എന്ന് പറഞ്ഞാ എനിക്കും അതിന്റെ അവകാശം ഉണ്ടെന്ന് അർത്ഥം. അങ്ങനെ എനിക്കൂടെ അവകാശപ്പെട്ട ആ പൈസ നീ എന്ത് ചെയ്തു?
എന്തായിരുന്നു നിനക്ക് ഇത്രയും പൈസയുടെ അത്യാവശ്യം? അതിന്റെ മറുപടി ഒരു തവണ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് തൃപ്തികരമല്ലല്ലോ. അത് പറയാൻ എനിക്ക് മനസ്സിലെങ്കിലോ? എന്റെ എല്ലാ കാര്യങ്ങളും എല്ലാരും ബോധിപ്പിക്കണം. ഞാൻ ബോധിപ്പിക്കണം. ഈ നിൽക്കുന്ന ആരെന്ത് ചോദിച്ചാലും നീ മറുപടി കൊടുക്കുകയും വേണം. അതിനെനിക്ക് സൗകര്യമില്ലെന്നാ ഞാൻ പറഞ്ഞത്. കുറച്ചുകൂടെ മൂപ്പിച്ചിരുന്നെങ്കിൽ അച്ഛൻ ഓങ്ങിയത് അവന്റെ ചെകിട്ടത്ത് കിട്ടിയേനെ. നീ ഇങ്ങനെ എന്നും എന്റെ മുമ്പിൽ തല കുമ്പിട്ടേ നിൽക്കാവൂ. ഒരിക്കലും നിന്റെ തല ഉയർന്നിവിടെ ആരും കാണില്ല. സൂര്യനെ പാഴ്മുറം കൊണ്ട് മൂടാന്ന് കരുതല്ലേ മോളെ. മൂക്കി പഞ്ഞി വെച്ച് കിടത്തും ഞാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. തെറ്റ് ചെയ്തിട്ട് അത് ചോദ്യം ചെയ്യപ്പെടുമ്പോ അതിനെ ന്യായീകരിച്ച് മറ്റൊരു തലത്തിൽ കൊണ്ടുപോയി തെറ്റിദ്ധരിക്കാൻ ഇടവരുത്തുന്നതാണ് എന്റെ പ്രശ്നവും വിഷമവും. നിനക്കെന്താ അത് മനസ്സിലാവാത്തത്? ഞാൻ തെറ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ. കമ്പനി പൈസ തിരികെ വയ്ക്കാത്ത തെറ്റ് ഞാൻ സമ്മതിക്കുന്നു. ന്യായീകരിക്കുന്നത് നമുക്ക് വേണ്ടപ്പെട്ടവരാകുമ്പോ എങ്ങനെ അത് തെറ്റാവും? അച്ഛനോട് എല്ലാ സത്യം പറയാനാ ഞാനിപ്പോ വന്നത്. ഈ വീട്ടിലെ വേറെ ആരറിഞ്ഞില്ലെങ്കിലും അച്ഛനത് അറിയണമെന്ന് തോന്നി. ആ 8 ലക്ഷം രൂപ ഞാൻ ചെലവാക്കിയത് അർച്ചനയ്ക്ക് വേണ്ടിയാ. ചേച്ചി, നാളത്തേക്കുള്ള പൈസ എല്ലാം ശരിയായോ? ചേച്ചി പറഞ്ഞതുകൊണ്ട് അനൂപേട്ടൻ അയാൾ ഇന്നൊരു ദിവസത്തെ അവധി കൂടി കൊടുത്തത്. നാളെ അയാൾക്ക് 9 ലക്ഷം രൂപ തികച്ചും കൊടുത്തേ പറ്റൂ. സച്ചേട്ടനോട് ചേച്ചി ചോദിക്കില്ലെന്ന് എനിക്കറിയാം. പിന്നെ എങ്ങനെയാ ചേച്ചി ഇത്രയും കാശ് അയാൾക്ക് കൊടുക്കാൻ പറ്റുന്നേ? അയ്യോ! ഇപ്പൊ തന്നെ വൃന്ദാവനം വീട്ടിലേക്ക് ചെന്ന് ഇന്നലെ പറഞ്ഞതിനും കാണിച്ചതിനും ഒക്കെ മാപ്പ് പറഞ്ഞോണം. ശരി. പിന്നെ ഈ പണം ആര് തന്നെന്ന് ചോദിച്ചാ ഞാനാണെന്ന് പറയുകയും വേണ്ട. മനസ്സിലായോ? അർച്ചന ചോദിച്ചാ ഞാനും അച്ഛനെ കൊടുക്കുമായിരുന്നിട്ടും അവളത് ചോദിച്ചില്ല. എങ്ങനെ ആ കാശ് കണ്ടെത്തുന്ന ടെൻഷനിൽ നിന്ന് അർച്ചനെ കണ്ടിട്ട് എനിക്ക് സഹിച്ചില്ല അച്ഛാ. ഇപ്പോഴും വൃന്ദാവനം വീട്ടിലെ അർച്ചന എന്നെന്റെ ഭാര്യയ്ക്കും ആർക്കും അറിയില്ല ആ 9 ലക്ഷം രൂപയുടെ കടം ഞാനാണ് തീർത്തതെന്ന്. അറിഞ്ഞ സ്ഥലം വിറ്റോ ലോൺ എടുത്തോ എന്റെ കടം വീട്ടാൻ അവർ ശ്രമിക്കും. ചിലപ്പോ ഞാനിങ്ങനെ ചെയ്തത് അവർക്കിഷ്ടമായില്ലെന്ന് വരും. അർച്ചന അറിയുന്ന കരുതിയിട്ടാച്ചാ നേരത്തെ ഞാനത് പറയാത്തത്. ഭാര്യയെ ഒരു തരത്തിലും വിഷമിപ്പിക്കാത്തൊരു ഭർത്താവായി ഇനി അങ്ങോട്ട് ജീവിക്കണമെന്ന് എന്റെ ഉറച്ച തീരുമാനത്തിൽ നിന്ന് എനിക്ക് പറ്റിയ തെറ്റായത്. ചിലപ്പോ എല്ലാവർക്കും അവകാശപ്പെട്ട പണമെടുത്ത് ദൂർത്തടിച്ച ഒരാളെന്ന നിലയിലെ എല്ലാവരും ഇനി എന്നെ കാണത്തുള്ളായിരിക്കും. അർച്ചനയുടെയും വീട്ടുകാരുടെയും സന്തോഷത്തിനും സമാധാനത്തിനും താഴെ നിൽക്കൂ മറ്റെന്തും. ഇനിയും അച്ഛൻ എന്നെ കുറ്റപ്പെടുത്തരുത്. നാളെ തന്നെ ആ പണം ഞാൻ തിരികെ വെച്ചോളാം. വേണ്ട. ആ പണം മറ്റെന്തെങ്കിലും കണക്കിൽ കൊള്ളിച്ചാ മതി. നീ അത് തിരികെ വെക്കുന്നത് ഒരച്ഛനെന്ന നിലയിൽ എന്റെ പരാജയം കൂടിയാ. എന്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നീ ചെയ്തത് തന്നെയാ ശരി. നിന്റെ ഭാര്യ എന്നതിലുപരി എന്റെ മോളല്ലേ അർച്ചന. അവൾക്കൊരാവശ്യം വന്നാൽ ചെലവാക്കാനല്ലാതെ നമുക്ക് പിന്നെ എന്തിനാ പൈസ? നീയാണ് ഇതിന് പിന്നിലെന്ന് ആരും അറിയണ്ട. നീ മുടക്കിയ പൈസയുടെ 100 മടങ്ങ് അനുഗ്രഹവും പ്രാർത്ഥനയും അവര് വഴി നിനക്കുണ്ടാവും. ഈ ബിസിനസ്സിൽ നമുക്കുള്ള ലാഭവും അത് തന്നെയാ.
മനസ്സിൽ നന്മയുള്ളവർക്ക് ദൈവീകമായ കാര്യങ്ങൾ ചെയ്യാനാവും. ആ നന്മ കൊണ്ട് നീ സമ്പന്നനാ. തെറ്റിദ്ധരിച്ച അച്ഛൻ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നീ അങ്ങ് ക്ഷമിച്ചു കളയും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വന്ന വഴി ഒന്നും അറിയാതെ പാവ ആന്റിയെ മഹിയേട്ടൻ വഴക്കു പറഞ്ഞില്ലേ? അതും ഇന്നലെ കയറി വന്ന ഗംഗയ്ക്ക് വേണ്ടിയിട്ട്. ഗംഗ ഇന്നലെ കയറി വന്ന ആളാണെന്ന് ശ്രേയോട് ആരാ പറഞ്ഞത്? നിങ്ങൾ എല്ലാവർക്കും മുമ്പേ അവളാ എനിക്കൊപ്പം ഉണ്ടായിരുന്നത്. ഇപ്പൊ ഈ വീട്ടിൽ വന്ന് നിന്ന് എല്ലാം സഹിക്കുന്നതും എനിക്കും എന്റെ മോൾക്കും വേണ്ടി തന്നെയാ. അപ്പൊ അവൾക്ക് വേദനിക്കുന്നത് കണ്ടു നിൽക്കാൻ എനിക്കാവില്ല. അതിന് അവളെ ആരും വേദനിപ്പിച്ചതല്ലോ, അവളെ സഹായിക്കാനല്ലേ നോക്കിയത്. മഹിക്കറിയാലോ ഗംഗയുടെ എന്ത് ആത്മാർത്ഥതയാ നാത്തൂൻ കാണിക്കുന്നെന്ന്. അവളുടെ വിവാഹത്തിന് വേണ്ട ആഭരണങ്ങളെല്ലാം നാത്തൂൻ ഇപ്പോഴേ ഏൽപ്പിച്ചു കഴിഞ്ഞു. അതെ മഹിയേട്ടാ, ആന്റിക്ക് ശരിക്കും നല്ല വിഷമമുണ്ട്. മഹിയേട്ടനൊന്ന് ചെന്ന് കണ്ട് ആശ്വസിപ്പിക്ക്. അല്ലെങ്കിൽ ഈശ്വരന്മാര് പോലും മഹിയേട്ടനോട് പൊറുക്കില്ല. നിങ്ങളിപ്പോ ഈ പറഞ്ഞ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരു കുറ്റബോധവും ഇല്ല. പിന്നെ ആരെങ്കിലും തെറ്റ് ചെയ്യുന്നത് കണ്ടാ ഞാനത് പറയും. അതൊരിക്കലും മുഖം നോക്കിയൊന്നുമല്ല. അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായെന്ന് കരുതി എനിക്ക് അമ്മയോടുള്ള സ്നേഹത്തിനും അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹത്തിനും യാതൊരു കുറവും വരാൻ പോകുന്നില്ല. അതൊക്കെ ശരിയാ. മഹിയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോ അതൊക്കെ ശരിയായിട്ട് തോന്നും. പക്ഷെ മഹി നാത്തൂന്റെ മാനസികാവസ്ഥ കൂടി ഒന്ന് ഓർക്കണം. ആ പാവം നെഞ്ചു തകർന്ന് അവിടെ നിൽക്കുന്നേ. അതെ, ആന്റിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് സഹിക്കാൻ പറ്റിയില്ല. രേഷ്മയോ രാഹുലോ ആണ് നിന്റെ സ്ഥാനത്തെങ്കിൽ നാത്തൂന് ഇത്രയും സങ്കടം തോന്നില്ലായിരുന്നു. ഇത് മഹിയായിപ്പോയില്ലേ? അതൊന്നുമല്ല മഹി എന്റെ പേടി. സങ്കടം സഹിക്കാൻ വയ്യാതെ നാത്തൂൻ ഇനി വല്ല കടുങ്കയും ചെയ്യുവെന്നാ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? നാത്തൂന്റെ മുഖഭാവം കണ്ടിട്ട് എനിക്ക് അങ്ങനെ ഒരു പേടിയുണ്ട്. മഹിയേട്ടനൊന്നങ്ങോട്ട് ചെന്ന് ആന്റിയെ സമാധാനിപ്പിക്ക്. ആന്റിയുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എന്തെങ്കിലും മഹിയേട്ടന്റെ ഭാഗത്തുനിന്നുണ്ടായ ഈശ്വരന്മാര് പോലും മഹിയേട്ടനോട് ക്ഷമിക്കില്ല. ചെല്ലു മഹി, നിന്നെ പ്രസവിച്ചതല്ലെങ്കിൽ നിന്റെ അമ്മയാത്. ആ അമ്മയുടെ മുന്നിലൊന്ന് താണതുകൊണ്ട് നിനക്ക് ഒരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല. എനിക്കതിന് അമ്മയോട് സംസാരിക്കുന്നതിനോ അമ്മയെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് പറയുന്നതിനോ മടിയുണ്ടെന്ന് ആരാ പറഞ്ഞത്? എങ്കി പിന്നെ ചെന്ന് നാത്തൂനെ സമാധാനിപ്പിക്കും. പിന്നെ മഹിയേട്ടന് ഒരു കാര്യം കൂടെ ഓർക്കണം. നാളെ നകുലുമായുള്ള വിവാഹം കഴിഞ്ഞാ ഗംഗ ഈ വീട് വിട്ടു പോവും. പിന്നെ ഗംഗയ്ക്ക് മേൽ നമുക്ക് യാതൊരു അവകാശവും ഉണ്ടാവില്ല. അപ്പോഴും എന്നും മഹിയേട്ടനും മാളൂനും ഒപ്പം ഉണ്ടാവേണ്ടത് ഞാനും ആന്റിയൊക്കെ തന്നെയാ. നീ വാ മോളെ, നമ്മള് പറയാനുള്ളതൊക്കെ പറഞ്ഞില്ലേ? ഇനിയൊക്കെ മഹി ഇഷ്ടം പോലെ ചെയ്യട്ടെ. വിവരവും പക്വതയൊക്കെ നന്നായിട്ടുള്ള ആളല്ലേ മഹി. ആലോചിച്ച് വേണ്ടത് ചെയ്യാൻ മഹിക്കറിയാം. അതെ, എന്തായാലും മഹിയേട്ടന്റെ ഇഷ്ടം പോലെ ചെയ്തോ. നമ്മള് പറഞ്ഞത് ഏറ്റു. അതെ അതെ, ആന്റിയുടെ അടുത്തേക്കുള്ള പോക്ക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്ത് വിചാരിച്ച ഗൗരി? എങ്ങയിലൂടെ മഹിയെ നേടാന്നോ? അവന്റെ ഭാവി നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഈ കൈലാസത്തിന്റെ സർവാധികാരി ഞാനാ. അതിനൊരു മാറ്റം ഉണ്ടാവില്ല. ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല. അതിന് നിന്നെ ബന്ധിക്കണം. അത് ഞാൻ ഉടനെ ചെയ്തിരിക്കും. പിന്നെ നിനക്ക് വീട്ടിലോ മഹിയുടെ ജീവിതത്തിൽ ഒരു സ്ഥാനം ഉണ്ടാവില്ല. മരണപ്പെട്ട ആത്മാക്കളുടെ ലോകം ഭൂമിയല്ല, പരലോക. അവിടെയാ നിന്റെ സ്ഥാനം. ഈ ഭൂമിയിൽ നിന്നും നീ എന്നേക്കുമായി ഒഴിഞ്ഞു പോവാൻ തന്നെ വേണം.
അയ്യോ മഹി, മോനെ, നിനക്ക് എന്തെങ്കിലും പറ്റിയോ? അമ്മയ്ക്കിത് എന്താ പറ്റിയത്? എന്തൊക്കെയായി കാണിച്ചു വെച്ചിരിക്കുന്നത്? ആരോടെ ഈ ദേഷ്യപ്പെട്ടത്? അത് പിന്നെ എന്നോട് തന്നെയാ എനിക്ക് ദേഷ്യം. ഞാൻ എന്ത് ചെയ്താലും അതിൽ നന്മ മാത്രം കാണുന്ന, എന്നെ മനസ്സിലാക്കുന്ന ഒരു മകൻ എനിക്കുണ്ടായിരുന്നു. ആ മകനെ, എന്റെ മഹിയെ എനിക്ക് നഷ്ടമായി. അമ്മ എന്തിനെങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഞാൻ അമ്മയുടെ ആ മഹി തന്നെയാ. പിന്നെ തെറ്റ് ആര് ചെയ്താലും അത് പറയുന്നതിൽ എന്താ തെറ്റ്? എല്ലാവരുടെയും നന്മ കരുതിയ ഞാൻ ഓരോന്ന് ചെയ്യുന്നത്. പക്ഷേ എന്താ അമ്മയത്? നമ്മളിത് ഏത് നൂറ്റാണ്ടിലായി ജീവിക്കുന്നത്? ഇന്ന് ആരെങ്കിലും ഇങ്ങനെയുള്ള പൂജയിലൊക്കെ വിശ്വസിക്കൂ? ഓരോരുത്തരും അവരവരുടെ ലാഭത്തിന് വേണ്ടി ഓരോന്ന് ചെയ്യും. അതില് അമ്മയും പോയി പെട്ടല്ലോ. ചെയ്യുന്നതിന് എന്തെങ്കിലും ഒരു ലോജിക്ക് വേണ്ടേ? മോനെ മഹി, എനിക്ക് വേണ്ടി ഈ അമ്മ എന്തും ചെയ്യും. അവിടെ ലോജിക്കൊന്നും ഞാൻ നോക്കില്ല. ഏത് വഴിയിലും എനിക്ക് നന്മയുണ്ടാവണം, ആ ഒരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. അതിനുവേണ്ടിയാ ഈ പൂജയും വഴിപാടൊക്കെ നടത്തിയത്. അമ്മയെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ. അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹവും കരുതലും എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അമ്മയുടെ ആ സ്നേഹം പലരും മുതലെടുക്കുന്നുണ്ട്. അമ്മയെപ്പോലുള്ള ആൾക്കാരെ മുതലെടുത്ത് ജീവിക്കുന്ന ഒരുപാട് കപട സന്യാസികളും മാന്ത്രികരുമൊക്കെ ഉള്ള കാലമാണിത്. ഓരോ ദിവസവും എത്രയെത്ര നരഹത്യകളും മറ്റുമാണ് നടക്കുന്നത്. ഇത്രയും വിവരവും അറിവുള്ള അമ്മ അതിലൊക്കെ ചെന്ന് ചാടുന്നത് എനിക്ക് വിഷമം ഉണ്ടാക്കുന്നത്. ഒരമ്മയുടെ മാനസികാവസ്ഥ നിനക്ക് മനസ്സിലാവില്ല മഹി. നിന്റെ ഭാവി സുരക്ഷിതാക്കണം. അതിന് ഈ പൂജ നന്നായിരിക്കുമെന്ന് കേട്ടപ്പോ ചെയ്തു പോയതാ. പിന്നെ ഗംഗ, അവളുടെ ഭാവിയെ കൂടി കരുതിയ ഞാനിതെല്ലാം ചെയ്യാൻ സമ്മതിച്ചത്. ഒരാളെ തല്ലി കൊല്ലുന്നാണോ അവരുടെ നന്മ? ഞാൻ അപ്പൊ വന്നില്ലായിരുന്നെങ്കിൽ എല്ലാവരും കൂടി ആ പാവത്തിനെ കൊല്ലില്ലായിരുന്നോ? അങ്ങനെയല്ല മഹി. അപ്പോഴത്തെ ഗംഗയുടെ പ്രവൃത്തികളൊന്നും നീ കാണാഞ്ഞിട്ട. അത് ഗംഗയായിരുന്നില്ല. അതാ ആ ബാധ ഒഴിപ്പിക്കാൻ വേണ്ടി അവളെ തല്ലിയത്. എനിക്ക് ഈ പറഞ്ഞതൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഗംഗ ഒരു പാവ, എന്റെ കൈവിരലിൽ തൂങ്ങി നടന്നു വളർന്ന കുട്ടിയാ. എനിക്ക് വേണ്ടിയാ അവൾ ഇവിടെ വന്ന് നിന്ന് ഇതൊക്കെ സഹിക്കുന്നത്. ആ അവളെ ഒന്നിന്റെ പേരിലും വേദനിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോനെ ഗോവിന്ദ്, ഇവളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അമ്മേ, ഇവിടെ വേറെ ആരൊക്കെയുണ്ട്? ആരും ഇവിടെ പുറത്തെങ്ങും കാണുന്നില്ല. എന്റെ ദൈവമേ, ഈ കുട്ടി ഇത് എന്തൊക്കെയാ ചോദിക്കുന്നത്? ഞാൻ ചോദിക്കുന്നതൊന്നും അമ്മയ്ക്ക് ഇഷ്ടാവുന്നില്ലേ? എല്ലാരും കൂടി കല്യാണത്തിന് പോയിരിക്കല്ലേ? ആരുടെ കല്യാണം അമ്മേ? ശ്രീദേവിയമ്മ, ഇനി അവളോടൊന്നും പറയരുത്. മോളെ അമ്മു, നീ എന്താ ഇങ്ങനെ ഓരോന്നും ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നേ? അമ്മേ, എന്റെ പേര് ലക്ഷ്മി എന്നാ. ലച്ചു എന്നാ എല്ലാവരും വിളിക്കുന്നത്. അയാൾക്കറിയാലോ എന്റെ പേര് ലച്ചു എന്നാണെന്ന്. അമ്മ എന്നെ ലച്ചു എന്ന് വിളിച്ചാ മതി. ആ അമ്മേ, സഞ്ജുവേട്ടനെ വിളിച്ചൊന്ന് വേഗം ഇങ്ങോട്ട് വരാൻ പറയോ? സഞ്ജു ഉടനെ വരും. അത് ഞാൻ ലച്ചുനോട് പറഞ്ഞതല്ലേ. എനിക്ക് ഡ്രസ്സൊക്കെ ഒന്ന് മാറണം. എന്റെ ബാഗ് എവിടെ ഇരിക്കുന്നെന്ന് അറിയില്ല. കുഞ്ഞുട്ടേട്ടൻ ബാഗ് തന്നു വിട്ടതാ. എനിക്ക് പേടിയാവുന്നു. സഞ്ജുവേട്ടൻ വീട്ടിൽ ആരോടും പറയാതെയല്ലേ എന്നെ വിവാഹം കഴിച്ചത്. ഇവിടെയുള്ളവരെന്നെ എങ്ങനെ സ്വീകരിക്കുന്നറിയാതെ പേടിച്ച ഞാൻ വന്നത്. അമ്മ എന്നെ സ്വീകരിച്ചപ്പോ ആ പേടിയൊക്കെ പോയി. ഇവിടെ വേറെ ആരെങ്കിലും വഴക്ക് പറയുന്നുള്ള പേടി അമ്മയ്ക്കുണ്ടോ?
ഒരു വീട്ടിൽ ചെന്ന് എങ്ങനെ പെരുമാറണമെന്ന് മുത്തശ്ശി എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടെ അമ്മ പറയുന്നതിനനുസരിച്ച് ഞാൻ ജീവിച്ചോളാം. ശ്രീദേവിയമ്മ ഒന്ന് വന്നേ. മോളെ, അമ്മ ഇപ്പം വരാം. ഈ അമ്മയ്ക്ക് എന്താ പെട്ടെന്ന് മാറ്റം വന്നത്? ആദ്യം നല്ല സ്നേഹമായിരുന്നു. സഞ്ജുവേട്ടനെ കാണുന്നുമില്ലല്ലോ. അമ്മൂന് എന്താ പറ്റിയെന്ന് ഗോവിന്ദ് ഒന്ന് പറ. പരസ്പര വിരുദ്ധമായ രീതിയില അവള് സംസാരിക്കുന്നത്. മുറിയിലിരുന്ന മുകുന്ദേട്ടന്റെ ഫോട്ടോ അവൾ ആദ്യമായിട്ട് കണ്ടെത്തി കൊണ്ടുവന്ന് ഇപ്പൊ അവൾക്ക് ആ ഓർമ്മ പോലും ഇല്ലെന്ന്. അതെ അമ്മേ, ലച്ചുവിന് സംഭവിച്ചിരിക്കുന്നത് ഓർമ്മകൾ നഷ്ടപ്പെടുന്നൊരവസ്ഥയാണ്. അവളിപ്പോ ജീവിക്കുന്നത് അവളുടെ കുട്ടിക്കാലം മുതൽ പെരുവണ്ണാപുരം ക്ഷേത്രത്തിൽ വെച്ച് സഞ്ജു അവളുടെ കഴുത്തിൽ താലി കെട്ടിയ ഓർമ്മകൾ വരെയുള്ള കാലത്തായിരിക്കും. അവന്റെ കൂടെ സിറ്റിയിലേക്ക് വന്നതോ അവനെ പിരിഞ്ഞ് അവള് പോയതോ എന്തിന്? സ്വാതിയെ കണ്ടതും ചന്ദ്രകാന്തത്തിലും പിന്നെ മംഗലശ്ശേരിയിലും എത്തിയതുമായ ഒരു ചിത്രവും ലച്ചുവിന്റെ മനസ്സിൽ ഇപ്പൊ ഉണ്ടാവില്ല. ഇന്ന് താലികെട്ട് കഴിഞ്ഞ് സഞ്ജുവിന്റെ വീടെത്തിയതായിട്ടാ അവള് കരുതുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കൊല്ലം 10-16 നീ മറന്നു കാണും. നിങ്ങൾ ആരാ? ചേച്ചി, സ്പീക്കർ ചോദിച്ചത് കേട്ടില്ലേ? നിങ്ങൾ ആരാണെന്ന്? പ്രഭാവതി, ഞാൻ നിന്റെ ഭർത്താവാണടി. ശേഖരമേനോൻ. ശേഖരമേനോൻ? എന്താ ആ പേര് നീ മറന്നോ? ആദ്യം നീ എന്നെ നിന്റെ ഭർത്താവിന്റെ സ്ഥാനത്തുനിന്ന് ഒഴിവാക്കി. പിന്നെ ഇല്ലാത്തൊരു കൊലക്കുറ്റം ചുമത്തി നീ എന്നെ ജയിലിലാക്കി. അതോടെ ഞാൻ തീർന്നോന്ന് നീ കരുതി അല്ലേ? പിന്നെ എന്നെ എന്തിനോർക്കണം അല്ലേ പ്രഭാവതി? അല്ല, ഒരിക്കലുമല്ല. ശേഖരേട്ടൻ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാനല്ല ശേഖരേട്ടനെ ജയിലിലേക്ക് അയച്ചത്. ചേട്ടൻ എന്നെ വിശ്വസിക്കണം. പ്രഭാവതി, നിന്നെ കണ്ണും പൂട്ടി വിശ്വസിച്ചിരുന്ന ഒരു ശേഖരമേനോൻ ഉണ്ടായിരുന്നു. അതൊക്കെ പണ്ട്. പക്ഷേ ഇപ്പൊ നിന്നോട് സംസാരിക്കുന്ന ശേഖരമേനോനുണ്ടല്ലോ, അത് 14 വർഷങ്ങൾക്ക് മുമ്പ് നീ കണ്ട ശേഖരമേനോൻ അല്ല. ചേട്ടൻ എനിക്ക് ഒരവസരം തരണം. എന്റെ നിരപരാധിത്വം എനിക്ക് ചേട്ടന്റെ മുമ്പിൽ തെളിയിക്കണം. ചേട്ടാ, ഏതാനും നാളുകൾക്ക് മുമ്പ് ഞാൻ അതിന് ശ്രമിച്ചിരുന്നു. പക്ഷെ അന്നാണ് ഞാൻ അറിയുന്നത് ചേട്ടൻ ജയിലിൽ നിന്ന് റിലീസായെന്ന്. ഓ, ശേഖരേട്ടൻ ഇപ്പൊ എവിടെയാ? എനിക്ക് ചേട്ടനെ ഒന്ന് കാണണം. പ്രഭാവതി, നീ ആരാണെന്നും നിന്റെ നീക്കങ്ങൾ എന്താണെന്നും എനിക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങിയെന്ന് നീ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കൊല്ലാനുള്ള പദ്ധതിയായിട്ടായിരിക്കും നീ ഇപ്പൊ കാത്തിരിക്കുന്നത്. നിന്റെ ആ പദ്ധതി ഒന്നും നടക്കാൻ പോകുന്നില്ല. അതിന് നിന്നെ ഞാൻ അനുവദിക്കുകയില്ല. അതിനു മുമ്പ് സകലതും ഞാൻ പൊളിച്ചടുക്കും. നിന്റെ ചതിയുടെ കഥകൾ ഞാൻ പുറം ലോകത്തെ അറിയിക്കും. നീ മഹാറാണിയായി വാഴുന്ന ആ തറവാട്ടിൽ നിന്നും നീ ആട്ടിയിറക്കപ്പെടും പ്രഭാവതി.
നീ ആ വീടിന്റെ പടിയിറങ്ങുന്നതിന്റെ അന്ന് എന്റെ കൈകൊണ്ട് നിന്റെ അവസാനമായിരിക്കും. ഓർത്തോ? ചേച്ചി, അയാൾ രണ്ടും കൽപ്പിച്ചാണല്ലോ. അയാൾ ഇവിടെ വന്ന് കയറി വല്ലതും വിളിച്ചു പറഞ്ഞാലേ നമ്മളീ കഷ്ടപ്പെട്ടത് മുഴുവൻ വെറുതെ ആവില്ലേ? അയാളെ തീർക്കണം. അയാളെ തീർത്തേ മതിയാവൂ പ്രതാപ. കണ്ടുപിടിക്കണം. അയാൾ എവിടെയുണ്ടെന്ന് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വിട്. എന്താ ഗാർഗി, എന്താ കാര്യം? നീ കാര്യം പറയൂ. പറയാം. എന്നാ പറയേ. ഞാനൊരു കാര്യം ചോദിച്ചാ പാർവതി സത്യം പറയൂ? ഞാൻ എപ്പോഴെങ്കിലും നിന്നോട് കള്ളം പറഞ്ഞിട്ടുണ്ടോ ഗാർഗി? അതില്ല. പക്ഷേ ഇപ്പോ ഞാൻ ചോദിക്കാൻ പോകുന്ന കാര്യത്തിന് പാർവതി എനിക്ക് ഉത്തരം തരുമെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. എന്താണ് ചോദിക്കാൻ വരുന്നതെന്ന് അറിഞ്ഞാലല്ലേ എനിക്കും അതിനനുസരിച്ചുള്ള മറുപടി തരാൻ പറ്റും. ധർമ്മം ജയിക്കാനായി കുരുക്ഷേത്ര യുദ്ധത്തിൽ ധർമ്മപുത്രര് വരെ കള്ളം പറഞ്ഞിട്ടുള്ളതാ. അപ്പോ പാർവതിയും കള്ളം പറയൂന്നാണോ? കള്ളം പറയൂന്നല്ല, അപ്രിയ സത്യങ്ങൾ പറയില്ല. അപ്പോ മിക്കവാറും എനിക്ക് നിരാശയായിരിക്കും ഫലം. നീ ഇങ്ങനെ വളഞ്ഞു ചുറ്റാതെ വിഷയത്തിലേക്ക് വാ ഗാർഗി. എന്താ നിനക്കറിയേണ്ടത്? ഇവിടെ താമസിക്കുന്ന ആ മുത്തശ്ശൻ ആരാ? അദ്ദേഹം യഥാർത്ഥത്തിൽ ആരാ? അങ്ങനെ ചോദിച്ചാ എനിക്കറിയില്ല. പാർവതി, നീ ഇങ്ങനെ ഒഴിഞ്ഞു മാറരുത്. അദ്ദേഹം ആരാണെന്ന് നിനക്ക് വ്യക്തമായിട്ട് അറിയാം. എടി, നിനക്ക് രാത്രി ഉറക്കമൊന്നുമില്ലേ? ദേ, പോയി കിടന്നുറങ്ങാൻ നോക്ക് പെണ്ണെ. ഇതിനി മറുപടി കിട്ടിയിട്ടേ ഞാൻ ഉറങ്ങുന്നുള്ളൂ. എന്നാലേ നീ ഉറങ്ങണ്ട. അപ്പൊ നീ പറയില്ലെന്നാണോ? അറിയാവുന്നതല്ലേ പറയാൻ പറ്റൂ. അതിരിക്കട്ടെ. ആ മുത്തശ്ശൻ ശരിക്കും അന്ധനാണോ? അതോ അന്ധത അഭിനയിക്കുന്നതാണോ? ഞാൻ അദ്ദേഹത്തിന്റെ ചില കള്ളത്തരങ്ങൾ ഒരിക്കൽ കണ്ടിരുന്നു. അതുകൊണ്ടാ ഞാനിതൊക്കെ നിന്നോട് ചോദിക്കുന്നത്. നീ എന്ത് കണ്ടു നീ പറയുന്നേ? എന്നോട് അദ്ദേഹത്തിനൊപ്പം നിൽക്കണമെന്ന് മുത്തശ്ശൻ ആവശ്യപ്പെട്ടു. ആളൊരു സാധുവാണെന്നും കക്ഷി ഇവിടെ വേഷപ്രച്ഛന്നനായി താമസിക്കുന്നത് എന്തോ നല്ല ഉദ്ദേശത്തിനാണെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ അതിന് സമ്മതിച്ചു. അതുകൊണ്ടാ ഞാൻ ഇതൊന്നും ആരോട് പറയാതിരുന്നെ. മുത്തശ്ശനോട് തന്നെ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ചോദിച്ചതാ. പക്ഷെ സമയമായിട്ടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറി. പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് അറിയാൻ ഒരു മാർഗമേ ഉള്ളൂ. നീ ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു? ശ്യാമയെ നേരിട്ട് കണ്ട് സന്തോഷം അറിയിക്കാനാ. ശ്യാമയുടെ പാട്ട് ഞാൻ കേട്ടു.
അത്ഭുതപ്പെട്ടു പോയി. കൺഗ്രാറ്റുലേഷൻസ് ശ്യാമ. സന്തോഷം. എന്തായാലും ആ പാട്ട് സൂപ്പർ ഹിറ്റ് ആവും ശ്യാമ, അത് ഉറപ്പാ. ഇത് ശ്യാമയ്ക്കുള്ളതാ. എന്തേത്? ഇത് എനിക്ക് കിട്ടിയ പ്രതിഫല. ആ പാട്ട് ശ്യാമയാണല്ലോ പാടിയത്. അപ്പൊ ശരിക്കും അതിന്റെ പകുതി ക്യാഷ് ശ്യാമയ്ക്കുള്ളതാ, അതുകൊണ്ടാ. ഇത് വാങ്ങിക്കോളൂ, ഞാൻ സ്നേഹത്തോടെ തരുന്നതാ. ഇപ്പോഴെങ്കിലും വിസ്മയ്ക്ക് ആ സ്നേഹം തോന്നിയല്ലോ, സന്തോഷം. എന്താ ഇപ്പൊ ഇങ്ങനെ പുതിയൊരു സന്തോഷം തോന്നാൻ? ഞാൻ പറഞ്ഞില്ലേ, എന്നെ ഗായികയാക്കിയത് ശ്യാമയാ. എന്തായാലും ആ നന്ദി എനിക്ക് മറക്കാൻ പറ്റില്ലല്ലോ. ഇത്രയും നാളും ഈ നന്ദിയൊക്കെ എവിടെയായിരുന്നു? അല്ല, മനസ്സിലാവാത്തോണ്ട് ചോദിച്ചതാ. ആ സൂയിസൈഡ് അറ്റംപ്റ്റിന് ശേഷം ഞാൻ ആകെ മാറി. ഇപ്പൊ ശ്യാമയുടെ മനസ്സ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പാവം ശ്യാമ. ഞാനും മമ്മിയും ഒരുപാട് വിഷമിപ്പിച്ചു. എനിക്ക് മാത്രല്ല, മമ്മിക്കും നല്ല വിഷമമുണ്ട്. അതൊക്കെ പറഞ്ഞ് ഞാനും മമ്മിയും ഒരുപാട് കരഞ്ഞു. ശ്യാമയെ ഫേസ് ചെയ്യാൻ പറ്റാത്തോണ്ടാ മമ്മി എന്റെ കൂടെ വരാഞ്ഞത്. അതെന്തായാലും നന്നായി. എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. എല്ലാത്തിനും എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം. അതായി ഈ ക്യാഷ് ശ്യാമയ്ക്ക് തരുന്നത്. അല്ലാതെ വീണ്ടും എന്നെ കൊണ്ട് പാടിപ്പിക്കാനൊന്നും അല്ല അല്ലേ? അയ്യോ, പാടിക്കാനോ? എന്തേ ഒന്നും അറിയാത്തതുപോലെ? വിസ്മയ്ക്ക് വേണ്ടി വീണ്ടും എന്നെ കൊണ്ട് പാടിപ്പിക്കാനുള്ള തന്ത്രമല്ലേ എന്നാ ഞാനിപ്പോ ചോദിച്ചത്. ശ്യാമയും പശ്ചാത്താപത്തോടെ തെറ്റുകൾ ഏറ്റു പറഞ്ഞു വരുന്ന ഒരാളെ ഒരിക്കലും ഇങ്ങനെയൊന്നും പറഞ്ഞ് വിഷമിപ്പിക്കരുത് കേട്ടോ. ഹൃദയം പൊട്ടുന്ന വേദനയോടെ ഇപ്പൊ ഞാൻ ശ്യാമയുടെ മുന്നിൽ നിൽക്കുന്നത്. അയ്യോ, ഇതൊരു പബ്ലിക് പ്ലേസാ. ഇവിടെ വെച്ചൊന്ന് ഹൃദയം പൊട്ടല്ലേ, അത് പിന്നെ ഭയങ്കര പ്രശ്നവും. സ്നേഹത്തിന്റെയും കടപ്പാടിന്റെയും ഭീഷണിയുടെയും പേരിൽ എനിക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. ഇനിയും ശ്യാമയെ പറ്റിക്കാൻ കഴിയില്ലെന്ന് വിസ്മയ ചെന്ന് വിസ്മയുടെ അമ്മയോടൊന്നും പറഞ്ഞേക്കണം. വിസ്മയ ഇവിടേക്ക് വിളിച്ചപ്പോ ഞാൻ വന്നതേ നിന്നോടും അമ്മയോടും ഒരു പ്രത്യേക കാര്യം കൂടി പറയാനാ. ഇനി പഴയ എഗ്രിമെന്റ്, പാട്ട് എന്നൊന്നും പറഞ്ഞ് അമ്മയും മകളും എന്റെ അടുത്തേക്ക് വരരുത്. ഇനി ശ്യാമ പാടുന്നത് ഈ ശ്യാമയ്ക്ക് വേണ്ടി മാത്രമായിരിക്കും. ഓർമ്മയിരിക്കട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞങ്ങള് ജ്വല്ലറിയിലേക്കാ. ആക്കി വരുന്നുണ്ടെങ്കിൽ കാറി കയറിക്കോ. വേണമെങ്കിൽ ശ്യാമയും കൂടി വിളിച്ചോ. അവിടെ നല്ല സെലക്ഷനാ. നെക്ലസ് സെലക്ട് ചെയ്യാൻ ഞാൻ സഹായിക്കാം. അത് വേണ്ട, നിങ്ങൾ പോയിക്കോ. അഖി, ജീവിതം ഒന്നേ ഉള്ളൂ. ഓരോ നിമിഷവും അടിച്ചു പൊളിക്കണം. അങ്ങനെയാ ജീവിച്ചു തീർക്കേണ്ടത്. അയ്യോ, അത് ഞാൻ ഓർത്തില്ല. ഷോപ്പിംഗ് മോളിലും ജ്വല്ലറിയിലൊക്കെ പോണമെങ്കിൽ ഈ വേഷം പറ്റില്ല. അതിന് ഞാൻ എങ്ങും വരുന്നില്ലല്ലോ. ആ, ഇപ്പൊ തോന്നുമ്പോ വരാനും പോവാനൊക്കെ ഇവിടെ കാറില്ലല്ലോ അല്ലേ? ഓട്ടോ വിളിക്കണ്ടേ, അതുകൊണ്ട് പറഞ്ഞതാ. ഐശ്വര്യ മതി. എന്നാ ഞങ്ങൾ ചെല്ലട്ടെ. ശരിയാക്കി. അപ്പോ നാളെ ഡയമണ്ട് നെക്ലസ് ഒക്കെ ഇട്ട് ശ്യാമയോട് അടിപൊളിയായിട്ട് വരാൻ പറയണേ. ഓക്കെ? മതി. ശരിടാ.
നാളെ ശ്യാമയ്ക്ക് എന്ത് സമ്മാനം കൊടുക്കുക? 1000 രൂപ പോലും തികച്ചില്ല. നാളെ ഉറപ്പായും ശ്യാമയ്ക്ക് ഇഷ്ടപ്പെട്ടൊരു ഗിഫ്റ്റ് കൊടുക്കണം. ആ ചേച്ചി, ഒരു വഴിയുണ്ട്. എന്തു വഴി? അടിച്ചു മാറ്റുന്നു. എന്ത്? ക്യാഷ്. മനസ്സിലായില്ല. അഖിലേട്ടന് ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാൻ ചേച്ചിക്ക് രൂപ വേണം. അതിന് നമ്മൾ അടിച്ചു മാറ്റുന്നു. എന്താന്ന് വെച്ചാ തെളിച്ച് പറയാപ്പോ. ചേച്ചിക്ക് ട്യൂഷൻ അഡ്വാൻസ് കിട്ടിയ രൂപ ജയന്തി എടുത്തിട്ട് കയ്യിലല്ലേ? നമുക്കത് അടിച്ചു മാറ്റാന്നാ പറഞ്ഞേ. അതൊന്നും വേണ്ട. സാരമില്ല, എന്തായാലും അത് ചേച്ചിയുടെ രൂപയല്ലേ. ആയിക്കോട്ടെ, പക്ഷെ ആരും കാണാതെ നമ്മളൊന്നും എടുക്കുന്നത് ശരിയല്ല. നമ്മുടെ അച്ഛൻ അങ്ങനെയാണോ അപ്പുനെ പഠിപ്പിച്ചിരിക്കുന്നത്? അല്ലല്ലോ. സോറി ചേച്ചി, ചേച്ചിയുടെ വിഷമം കണ്ടപ്പോ പറഞ്ഞു പോയതാ. സാരമില്ല, ഇനി അങ്ങനെയൊന്നും ചിന്തിക്കുകയും ചെയ്യരുത്, കേട്ടല്ലോ? ഇല്ല ചേച്ചി. നമുക്കേ നേരായ വഴി എന്തെങ്കിലും നോക്കാം. എന്താ? ആ ചേച്ചി, എന്നാ നമുക്ക് ജയന്തി അടുത്തിയോട് നേരിട്ട് ചോദിച്ചാലോ? രൂപ പലിശ ചേർത്ത് തിരിച്ചു കൊടുക്കാന്ന് പറയണം. അത് ഉറപ്പില്ല, എന്നാലും വേറെ വഴിയില്ലല്ലോ. നോക്കാം. തിരിച്ചു കൂടുതൽ പൈസ കിട്ടുമെന്ന് കേൾക്കുമ്പോ ജയന്തി അടുത്ത് സമ്മതിക്കും, എനിക്ക് ഉറപ്പുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നീ എന്താ ആഹാരം കഴിക്കാത്തത്? നിങ്ങൾ കഴിച്ചോ, മുരളിയേട്ടൻ തിരികെ വരട്ടെ, എന്നിട്ട് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കഴിച്ചോളാം. അല്ല, അതിപ്പോ കൊച്ചേട്ടൻ തിരിച്ചു വരാൻ ഒരുപാട് താമസിച്ചാലോ? ഈ ഗർഭിണി പ്രസവം എന്നൊക്കെ പറഞ്ഞ് ആശുപത്രിയിൽ പോയാലേ ഭയങ്കര മെനക്കേടാണെന്നേ. ആയിക്കോട്ടെ, അപ്പൊ ഞങ്ങള് രണ്ടാൾക്കുള്ളതങ്ങ് എടുത്ത് മാറ്റി വെച്ചാ പോരെ? അത് ശരിയാ, ചില കുടുംബത്തിന് ഇത് പതിവാ. ഭർത്താവിന് കൊടുത്തിട്ടേ ഭാര്യ കഴിക്കൂ. അതാണ് ഭർത്താവിന് ഭാര്യ കൊടുക്കുന്ന മര്യാദ. ആഹാ, ആരതി ചേച്ചി ഇപ്പോ കൊച്ചേട്ടന് മര്യാദ കൊടുക്കാൻ തുടങ്ങിയെന്നർത്ഥം. സൂപ്പർ. ഈശ്വര, വല്ലാത്തൊരു ധർമ്മസങ്കടമായല്ലോ ഇത്. വല്യേച്ചിയും പ്രസാദേട്ടനും നാഥൻ സാറിന് ബഹുമാനം കൊടുക്കുന്ന ഈ മനുഷ്യനാണ് കോട്ടയ്ക്കൽ മേഘനാഥനെന്ന് എനിക്ക് മാത്രമേ അറിയാവൂ. നാഥൻ എന്ന പേരല്ലാതെ ആളിനെ വല്യേച്ചി കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. കണ്ടിരുന്നെങ്കിൽ ഈ അവാർഡ് വാങ്ങാൻ നേരിട്ട് മുന്നിൽ ചെല്ലാമെന്ന് സമ്മതിക്കില്ലായിരുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യണം? നേരിട്ടിപ്പൊ തന്നെ വല്യേച്ചിയെ വിളിച്ച് ഈ നാഥൻ മേഘനാഥനാണെന്ന് അതുടൻ വേണ്ട. ചിലപ്പോ ആ സംസാരം പ്രസാദേട്ടനും അനിയന്മാരും പുഷ്പൻ ചേട്ടനും കേൾക്കും. വല്യേച്ചിയോ ഞങ്ങളോ ഇതുവരെ വെളിപ്പെടുത്താത്ത തൃപ്പങ്ങോട്ട കഥകൾ പറയേണ്ടി വരും. ഏതായാലും അത് വേണ്ട. അവരുടെ ഫംഗ്ഷൻ നാളെയല്ലേ? ഈ രാത്രി വെളുക്കട്ടെ, അപ്പൊ തീരുമാനിക്കാം ഇനി എന്ത് വേണമെന്ന്. നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? അല്ല, മുരളിയേട്ടൻ പോയിട്ട് എപ്പോ വരുമെന്ന് ആലോചിക്കുമായിരുന്നു. മുരളിക്കും നിനക്കും കഴിക്കാനുള്ളത് അവിടെ എടുത്ത് മാറ്റി വെക്കുമല്ലോ നീ. വെച്ചോളാം ചേച്ചി. നന്നായി. ഇതാണ് മോളെ യഥാർത്ഥ ദാമ്പത്യം. ഭർത്താവിനോട് ചേർന്ന് നിന്നുള്ള ജീവിതം ആവണം നമ്മുടേത്. മുരളിയോട് ഇന്ന് നീ കാണിച്ച പരിഗണന എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്റെ മനസ്സിൽ കത്തി നിന്ന ഒരു തീ കെട്ടടങ്ങിയതുപോലൊരു ആശ്വാസമായിരുന്നു നിന്റെ ഈ പ്രവൃത്തി കാണുമ്പോ എനിക്കുണ്ടായത്.
മുരളിയേട്ടന്റെ നന്മ എനിക്ക് ഇപ്പോഴാ ചേച്ചി മനസ്സിലായത്. എന്ത് നല്ല മനുഷ്യനെയാ ഞാൻ ഇത്രയും നാളും തെറ്റിദ്ധരിച്ചെന്ന് ഓർക്കുമ്പോ എനിക്ക് നല്ല വിഷമമുണ്ട്. അതെ, അത് സത്യമാ. ഏത് രീതിയിൽ നോക്കിയാലും മുരളി നല്ലവനാ. എന്റെ കുട്ടിക്ക് അത് ഇപ്പോഴെങ്കിലും മനസ്സിലായത് ചേച്ചിക്ക് വലിയ സന്തോഷമായി. ഇന്ന് മുതലെങ്കിലും നീ അവനെ കൂടുതൽ മനസ്സിലാക്കി വേണം ജീവിക്കാൻ. പരസ്പര ഇഷ്ടവും വിശ്വാസവും ഇല്ലാത്ത ദാമ്പത്യം എണ്ണയില്ലാത്ത വിളക്ക് പോലെയാ. രണ്ടിനും കരിന്തിരി കത്തി കെട്ടുപോകാനാവും വിധി. അതെ ചേച്ചി, എല്ലാം നോക്കിയും കണ്ടും ജീവിക്കാനാ എന്റെ തീരുമാനം. ചേച്ചിക്ക് സമാധാനിക്കാം. ചേച്ചി പൊക്കോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എങ്ങനുണ്ട്? ഒരു ഫംഗ്ഷന് പോകുമ്പോ ഈ കേരള സ്റ്റൈൽ വേണോ അതോ സ്യൂട്ടും കോട്ടും ഇട്ട് സായിപ്പിന്റെ സ്റ്റൈൽ പിടിക്കണോ? മണിച്ചന്റെ അഭിപ്രായം എന്താ? സൂട്ടും കൊണ്ടൊക്കെ ബ്രിട്ടീഷ് ആടല്ലേ സാറേ. ഇതാണ് നല്ല നാടൻ. ഇപ്പൊ സാറിനെ കണ്ട തൃപ്പങ്ങോട്ട യുവരാജാവ് തന്നെ. തൃപ്പങ്ങോട്ടയല്ല, കോട്ടയ്ക്കലെ യുവരാജാവ്. തൃപ്പങ്ങോട് പിടിച്ചടക്കിയ കോട്ടയ്ക്കലിലെ രാജമേഘനാഥൻ എന്നും പറയാം. കോട്ടയ്ക്കലെങ്കിൽ കോട്ടയ്ക്കല് എവിടത്തെ ആയാലും രാജരക്തം തന്നെ, അതിലൊരു തർക്കവുമില്ല. പക്ഷെ ഈ പത്രാസൊക്കെ കണ്ട് തൊഴുതു നിൽക്കാൻ തൃപ്പങ്ങോട്ടാണ് ആളുകൾ ഉണ്ടായിരുന്നത്. ഇവിടെ ഇപ്പൊ ഇതൊക്കെ ആരാ ഉള്ളത്? ആരും താണ് വണങ്ങണ്ട മണിച്ച. മേഘനാഥൻ ഒരുങ്ങുന്നത് ആരെയും കാണിക്കാനുമല്ല. എന്റെ വേഷം വെറും ഷോ അല്ല, എന്റെ ഐഡന്റിറ്റിയാ. ചത്തു കിടന്നാലും ചമഞ്ഞു കിടക്കണമെന്ന് നീ കേട്ടിട്ടില്ലേ? അതാണ് വേണ്ടത്, മനസ്സിലായോ? എന്നാ ഇറങ്ങ. ഡ്രൈവ് ചെയ്ത് ചെല്ലുമ്പോ കറക്റ്റ് സമയമായിരിക്കും. വാ. മേഘ, നീ എങ്ങോട്ടാ? ഹിമാലയത്തിലൊന്ന് പോവുക. കൈലാസത്തിൽ ശ്രീ പരമേശ്വരൻ എന്ന് കാണാൻ. എന്താ വരുന്നുണ്ടോ? നമുക്ക് ഒരുമിച്ച് പോ. മേഘ, ഞാൻ നിന്റെ അമ്മയാ, കളിപ്പിള്ളയല്ല തമാശ പറയാൻ. നിന്നെ പ്രസവിച്ചു എന്നുള്ള ഒറ്റ കാരണത്താല നിങ്ങൾ ഇപ്പോഴും ഈ വീട്ടിനുള്ളിൽ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ പുറത്താക്കി ഗേറ്റ് അടച്ചേനെ. നോക്ക്, ഞാൻ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നൊന്നും നിങ്ങൾ ഇനി അന്വേഷിക്കരുത്. ഞാനെന്ന് നിങ്ങളുടെ ഇഷ്ടത്തിനൊത്ത ചുവട് വെച്ചൊരു പാവയായിരുന്നു. പക്ഷെ എന്റെ സ്വന്തം ഇഷ്ടം വന്നപ്പോ നിങ്ങൾ അതിനെതിരായി. അതുകൊണ്ട് ഇനി മേലിൽ ഞാൻ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ. ഭവാനിയമ്മ വിഷമിക്കണ്ട. മേഘൻ സാർ അടയ്ക്കാ പരുവം കഴിഞ്ഞ് കവുങ്ങായി വളർന്നതാ. ഇനിയും മടി വെക്കാൻ ശ്രമിച്ചാൽ നടക്കൂല. പിന്നെ ഇപ്പോഴത്തെ ഈ തലതിരിഞ്ഞ സ്വഭാവത്തിനെല്ലാം കാരണം ഇവിടെ കുടിയിരുത്തിയ ആ പടവും അതിൽ നിന്ന് മായ്ച്ചു കളഞ്ഞ ആ കറുത്ത തിലകുറിയ. വനത്തിലെ മറ്റേ സ്വാമിയില്ലേ, കരകാണ്ട നാഞ്ചി നായ്ക്കർ, അയാള് സുഭദ്രാമ്മയെ ആവാഹിച്ച് തളച്ചിരുന്ന ആ കറുത്ത പൊട്ട മേഘൻ സാർ തുടച്ചു മാറ്റിയത്. അതിന്റെ തുടർച്ചകളാ ഈ കാണുന്ന ശീലക്കേടിനെല്ലാം കാരണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.